ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2025 റിലീസ് ചെയ്ത് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പടം ഉണ്ടായിരുന്നു. അതായത് ഏറെ നാളിന് ശേഷം ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു സിനിമ. പേര് ഭയം ഭക്തി ബഹുമാനം. അതാണ് സിനിമ. തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നല്ല വൈബ് ഉണ്ടായിരിക്കും ആ ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്. ബട്ട് അത് ഒറ്റയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ OTT വരുമ്പോൾ അതൊരു മോശം ക്യാരക്ടർ ആവുന്നു, അല്ലെങ്കിൽ മോശം സിനിമയാവുന്നു എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഭയം ഭക്തി ബഹുമാനം. അതായത് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ FDFS ആണ് കണ്ടത്. ഭയം ഭക്തി ബഹുമാനം നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, നോ ലോജിക് ഓൺലി മാഡ്നസ്. ഒരു രീതിയിലുള്ള ലോജിക് ഒന്നും ഇല്ലാത്ത ഒരു മാഡ്നസ് ആയിട്ടുള്ളൊരു പടം. ബട്ട് അത് നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, തിയേറ്ററിൽ നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് ആ സിനിമ OTTയിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ OTTയിൽ വരുമ്പം ഡിഫറെൻറ്റ് ഷെയ്ഡായിരിക്കും വരുന്നത്. അങ്ങനെ ഒരുപാട് വരുന്നുമുണ്ട്, വരാതിരുന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു സിനിമയും കൂടെയാണ് ധനഞ്ജയ് ശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫാഹിം സഫർ, ഇന്ദ്രൻ ഷെരീഫ് എന്നിവരൊക്കെയാണ് കഥയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്ത ഷാൻ റഹ്മാനാണ്. ഒരു പാട്ടിറക്കി തന്നെ ഷാൻ റഹ്മാന് ഹൈപ്പ് ഉണ്ടായിരുന്ന പടത്തിനെ പൊട്ടി എന്നുള്ള ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഹൈപ്പ് കയറി എങ്ങോട്ടിത്. ബട്ട് അത് യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര ട്രോളും കാര്യങ്ങളായിരുന്നു. ബട്ട് തിയേറ്ററിൽ ആ FDFS ഇരുന്ന് കണ്ട് ആ ഒരു കൂട്ടത്തോടെ ഇരുന്നപ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യാനും തോന്നിയിട്ടുണ്ടായിരുന്നു ആ പാട്ടിന്. അപ്പോൾ അതൊരു പഴകിയ വീഞ്ഞു പോലെ ആ സമയത്ത് ആ പാട്ട് നല്ലൊരു പാട്ട് തന്നെയായിട്ടാണ് അത് തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ വരുമ്പോൾ ഒറിജിനൽ സ്കോർ ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. അങ്ങനെ മ്യൂസിക് എടുത്ത് പറയാനുള്ളതൊന്നുമില്ല. തൽക്കാലത്തേക്ക് പെട്ടെന്ന് വിളിച്ചെന്ത് അഡ്ജസ്റ്റ് ചെയ്ത പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പറയാനുള്ളതായിട്ടുള്ള മ്യൂസിക്കുകളൊന്നുമില്ല. എന്നാലും ഒട്ടും മോശമുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളും അല്ലായിരുന്നു. അത്യാവശ്യം നല്ല കേൾക്കാനൊക്കെ ഉള്ളവർ, എന്നാലും ഒരുപാട് നല്ലതുമല്ല ഒരുപാട് മോശമല്ലാത്തൊരു മ്യൂസിക് തന്നെയാണ് ഇട്ടിട്ടുള്ളായിരുന്നത്. പ്രധാന വേഷങ്ങളിലായിട്ട് വരുന്ന ആരും നിങ്ങൾക്കറിയാം, ജനപ്രിയ നായകൻ ദിലീപ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമയായിട്ട് എത്തുന്നു, വളരെ ഹൈപ്പായിട്ട് എത്തുന്നു, വളരെ ഹൈപ്പിലേക്ക് എടുത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഭബയുടെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും പറയുന്നത്. പിന്നെ ഇതിൽ വരുമ്പം ലാലേട്ടനൊരു സ്പെഷ്യൽ ക്യാമിയോയിൽ കൊണ്ടുവരുന്നു. സിനിമയിൽ ലാലേട്ടനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്യാമിയോ എഫക്റ്റും കൂടെ ആകുമ്പോൾ പടം ഡബിൾ ഹൈപ്പാവുന്നു. അതുപോലെ തന്നെയാണ് ഹൈപ്പിൽ തന്നെയാണ് പടവും വന്നത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, പിന്നെ ശരണ്യ പൊൻവണ്ണൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സും ഭരതൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളായിട്ടുള്ള ഒരു പൊട്ടപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. അതാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണല്ലോ പറയുന്നത്, ഒരു ബന്ധവും ഇല്ലാത്ത. അപ്പോൾ അതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ തിയേറ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തിയേറ്ററിൽ ഒരു കിട്ടുമ്പം ആ ഒരു വൈബ് ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്കൊരു മൊത്തത്തിൽ കിട്ടുമ്പോൾ ആ ഒരു ചേഞ്ച് മാറും, അത് ചില റിസൾട്ടും മാറും. അത് തന്നെയാണ് ആ കൂട്ടത്തിൽ. പക്ഷേ അത് ഒറ്റയ്ക്ക് കാണുമ്പം ചിലപ്പോൾ നമുക്ക് വേറൊരു ഫീൽ ചെയ്യും. ഞാൻ ആ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ, അതായത് നെറ്റ്ഫ്ലിക്സിൽ, അതായത് OTT റിലീസ് ചെയ്തപ്പോൾ കണ്ടപ്പം, ഇറ്റ് ഈസ് എ പ്യുവർ കാട്ടവരാതം. യെസ്, ലാലേട്ടൻ കംസ് വിത്ത് എ പ്യുവർ കാട്ടവരാതം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ആ കൂട്ടത്തിൽ ആ തിയേറ്ററിലിരുന്ന് എന്ത് ഹൈപ്പാടായത്. അപ്പോൾ നമ്മൾ ആ ഒരു എൻജോയ് ചെയ്യും. പക്ഷെ അത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാളെ കഴിഞ്ഞിരുന്ന് കാണുമ്പോൾ, എന്തിനടാ ഇത്. അതായത് നമ്മൾ ഈ കുറച്ച് സിനിമയൊക്കെ മുമ്പ് നല്ല സിനിമ എന്ന് പറഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് കുറച്ച് നമ്മളെ വീഡിയോസൊക്കെ, നമ്മൾ വലിയ റേഞ്ച് വീഡിയോസൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് എന്തൊരു ക്രിഞ്ചറായത് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ദില്ലി വാലയല്ല ഗില്ലി വാല, അങ്ങനെ ഗില്ലി ബാല അല്ല, എങ്ങനെയല്ലേ പറയുന്നത്. പ്യുവർ കാട്ടവരാതൻ ഗൈസ്, സത്യം പറയാമല്ലോ. അതിൽ അതായത് ലാലേട്ടനെ നല്ല തടി കാണിക്കുന്നുണ്ട് ലാലേട്ടനെ. പിന്നെ എല്ലാ കുറച്ച് റോളുകളും കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ കൊള്ളാവുന്ന റോളുകൾ തന്നെയായിരുന്നു ലാലേട്ടൻ ചെയ്തിരുന്നത്. അല്ല ഒരുപാട് മോശമൊന്നും ഇല്ലായിരുന്നു. ബട്ട് എന്നാലും കാട്ടവരാതൻ തന്നെയായിരുന്നു. കാരണം എന്തോന്നുള്ള ഹൈപ്പ്, ഞാൻ ഇരുന്ന ഹൈപ്പ്, ഞാൻ ഈ കിടന്ന ഹൈപ്പ്, ഞാൻ നിന്ന ഹൈപ്പ്, ഞാൻ വന്ന ഹൈപ്പ് എന്നുള്ളൊരു സംസാരങ്ങളൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊരു കൊമിക് രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ അത് ഞാൻ പറയില്ല, ആ ഒരു കൂട്ടത്തിൽ ആ ഒരു ചിരി ഉണർത്തിയെങ്കിലും പിന്നീട് വന്നപ്പോൾ ക്രിഞ്ച് എന്നൊരു ഫെസ്റ്റിവൽ സമയത്തിനായിരുന്നു തോന്നിയത്. പിന്നെ അവസാനം ലാലേട്ടൻ ആ ഇടയിൽ കിടന്ന് ഒരു ആവശ്യമില്ലാതെ ലാലേട്ടൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷണലായിട്ട് ഒരു കോമഡി ആയിട്ട് ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. അത് കാട്ടവരാതം. പിന്നെ ലാലേട്ടൻ ലാസ്റ്റ്
ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ് കാട്ടിലുള്ള ഒരു ഫൈറ്റ് ഒരു ജീപ്പിൽ വരുന്നുണ്ട്, ഒരു ബന്ധവുമില്ലാത്ത ഒരു ജീപ്പ്. അത് സത്യം നോ ലോജിക്ക് തന്നെയാണ്. എന്നിരുന്നാലും പ്യുവർ കാട്ടപരാധം, പ്യുവർ കാട്ടപരാധം, പ്യുവർ കാട്ടപരാധം. പിന്നെ ലാലേട്ടന്, പിന്നെ ആ ലാലേട്ടൻ തുടക്കം കാണിച്ച റിയൽ ഓജി മോഹൻലാൽ അങ്ങനെയൊക്കെ കാണിച്ച് ഇതൊക്കെ വന്ന് തളപതി വിജയ് റെഫറൻസ് കാര്യങ്ങളൊക്കെ വന്ന് സൂപ്പറായിട്ടൊക്കെ വന്ന് ആ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ചെമ്മാൻ ആ ഇടയിൽ ആ ഗോകുലം ഗോപാലൻ, അതാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലനാണ്. ഗോകുലം ഗോപാലൻ വന്നാണ് കുറച്ചുകൂടെ ചളാകിയ എന്ത് ഹൈപ്പാടാ ഡാ ചുമ്മാ ഇരിയടാ ഡാ അമ്മാരി എന്തിനോ വേണ്ടി വന്ന് ആ ചുമ്മാ ഇരുന്ന ഒരു റോളും ചെയ്ത് അവിടെ ഫുൾ കൊളാക്കിയിട്ടിട്ട് പോയി ഗോകുലം ഗോപാലനും. അങ്ങനെ പിന്നെ ലാലേട്ടന് വരുമ്പോൾ ലാലിനെ കുറിച്ച് സംസാരിക്കുന്ന പിന്നെ ആ പാട്ടോടെ വരുമ്പോൾ ലാലേട്ടൻ്റെ ഡാൻസ് കൊള്ളായിരുന്നു. പിന്നെ ലാലേട്ടൻ അവരെന്ന് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം അവർ ലാലേട്ടന് പിഴിഞ്ഞിട്ടുണ്ട്. മീശ വരി, മുണ്ട് പറി, പിന്നെ മറ്റേ പഴയ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ലാലേട്ടനെ വെച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നത്. ബട്ട് എന്നിരുന്നാലും കുറച്ച് ഓവറായിപ്പോയി ആ ഒരു ബിൽഡപ്പ്, അല്ലെങ്കിൽ ആ ഒരു കോമഡി ആയിട്ട് കുറച്ച് ഓവറായിപ്പോയി. പിന്നെ അവസാനം പടത്തിൽ പിന്നെ ഒരു പടം എന്ന് പറയുന്ന ഒരു പൊട്ട പടമാണ്. പടത്തിൽ ഒന്നുമില്ല, ഒരു കഥയില്ല, ഒരു സ്ക്രീൻ പ്ലേ ഇല്ല, ഒന്നുമില്ല, ഒരു ലോജിക്കും ഇല്ലാതെ ഒരു ബന്ധവും ഇല്ലാതെ ഇത്രയും വലിയ ചീഫ് മിനിസ്റ്ററെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോയി കരിക്കിൽ വെള്ളം കൊടുത്ത് വയറിളക്കത്തിൽ പിടിച്ചുകൊണ്ട് പോയി. അതാണ് ഒരു ലോജിക്കും ഇല്ലാതെ ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും വയ്യാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ പോകാൻ പോയപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി തിരക്കിലായി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി. ഇതല്ല ഒരു ബന്ധവുമില്ലാത്തൊരു പൊട്ട ലോജിക്കും കൊള്ളാത്തുള്ളൊരു പടമായിരുന്നു ബബ്ബബ്ബ. അപ്പം ആ ബബ്ബബ്ബയ്ക്കാണ് എല്ലാവരും ഭയങ്കര എന്ന് വെച്ചാൽ ലാലേട്ടനെ കുറച്ചുപേര് ലാലേട്ടനെ നന്നായിട്ട് പറഞ്ഞു, കുറച്ചുപേര് ലാലേട്ടനെ അപ്പോഴും മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആ ലാലേട്ടൻ ആ സീൻസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ പ്യുവർ അപരാധം. അത് നമ്മളിപ്പോൾ ഇടയിൽ തന്നെ ആ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ കാണുന്നുണ്ട്. അപരാധം, കാട്ടപരാധം, 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 കാട്ടപരാധം എന്നൊരു സീനായിരുന്നു. പിന്നെ അതിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ലാലേട്ടൻ ഭയങ്കര തടിയാണ്, പൊണ്ണത്തടി പോലെ ഇരുന്ന് ലാലേട്ടൻ, പൊണ്ണത്തടി പോലെ ഇരുന്ന്. അത് സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾ ആ തിയേറ്ററിലിരുന്ന് ആ വൈബ് അടിച്ചതിന് ശേഷം ഒന്ന് ഒറ്റയ്ക്ക് കാണുമ്പോൾ ആ ഒരു വൈബ് കിട്ടൂല, നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ അത് ആലോചിച്ച് നോക്കുക, ആ വൈബ് കിട്ടൂല. മൊത്തത്തിൽ ലാലേട്ടൻ എന്താ പറയുക, ചുമ്മാ ഒരു ഹൈപ്പിന്, അതായത് ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക, ലാലേട്ടനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഇട്ട് അമിട്ട് പൊട്ടിക്കുക എന്നൊരിതായിരുന്നു അവിടെ. പിന്നെ ഇടയിൽ ഇവർ മാക്സിമം വിജയ് ഫാൻസിനെയും കൂടെ, അല്ലെങ്കിൽ വിജയ് ഫാൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് വിജയ്, കാരണം കേരളത്തിൽ തളപതി ഫാൻസ്, തളപതിയുടെ ഇതിട്ടാലേ വർക്കാവുന്നവർക്കറിയാം. അങ്ങനെ വിജയുടെ പാട്ട്, വിജയുടെ റെഫറൻസ്, തളപതി ടൗണ്, അവരുടെ സ്ഥലത്തിൻ്റെ പേര് തന്നെ തളപതി ടൗൺ എന്തൊക്കെയാണ്. അപ്പോൾ വിജയ് റെഫറൻസുകൾ ഒരുപാട് കൊണ്ടുവന്നു. അത് മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചു. എന്നുവെച്ചാൽ ഒരു കാറ്റഗറി തന്നെയാണ്, ഒരു പാർട്ട് ഓഫ് പ്രൊമോഷൻ തന്നെയാണ്, ഇങ്ങനെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളെ സിനിമയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ തളപതിയുടെ ജിപ്സിയാണ്, അല്ലെങ്കിൽ തളപതിക്ക് ഞാനാണ് കൊടുത്തത്, അങ്ങനത്തെ കുറച്ച് സംസാരങ്ങളൊക്കെ കുറിച്ച്. അപ്പോൾ മോഹൻലാൽ, വിജയ്, അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ആ ഒരു ഐഡിയയിലായിരിക്കണം കൊണ്ടുവന്നത്. പിന്നെ കഥയെന്ന് പറയാനായിട്ട് ഒരു പുണ്ണാക്കും ഇല്ലാത്തൊരു പടം തന്നെയാണ് ബബ്ബബ്ബ. ലോജിക്കും ഇല്ല, മാഡ്നെസ് ആണെങ്കിൽ ആൾക്കാരെ മാഡ് അടിക്കാനുള്ളതാണ്. അതാണ് തിയേറ്റർ വൈബ് മാറി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ പിന്നെ തീർന്ന്. അതുകൊണ്ടാണ് മാക്സിമം ഇതുപോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് പടമൊക്കെ വരുമ്പോൾ മാക്സിമം തിയേറ്ററിൽ പോയി കാണാം. അങ്ങനെ ഒരു വൈബ് കാണാം. അതിൻ്റെ ഇൻട്രോയിലൊക്കെ ആ ഒരു പാട്ടിട്ട് അമ്പാടി കുയിലല്ലേ, പിന്നെ സോന ആ ഒരു ഇൻട്രോയിൽ DJ ഒക്കെ ഇട്ട് അത് ഒരു നോ മാഡ്നസ് പരിപാടിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ റിയാസ് വലിയൊരു DJയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ. മൊത്തത്തിൽ ലാലേട്ടൻ അതിൽ എന്തിനാണ്, ലാലേട്ടനും അതേപോലെ തന്നെയാണ് വെറുതെ പോയി ആ ഒരു ക്യാമിയോ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ക്യാമിയോസ് ഉണ്ട്. ഇപ്പം നമുക്ക് ജയിലർ, അതാണ് പറയുന്നത്, ഒരു പടത്തിൽ ക്യാമിയോ ചെയ്താൽ അടുത്ത പടത്തിൽ നന്നാവണമെന്നില്ല. അതേപോലെ അടുത്ത പടത്തിൽ തന്നെ അത് മോശമാവണമെന്നില്ല, ചിലവ് നന്നായേക്കാം. ബട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഓവറോൾ ഒന്നുമില്ല. ഡാൻസ് അല്ലെങ്കിൽ ആ ഒരു സംസാരങ്ങൾ പരിപാടികളൊക്കെ കുറച്ചൊക്കെ കൊള്ളായിരുന്നു. ബട്ട് കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പൊടിക്കല്ല, ഒന്നും തരം പൊടിക്ക് ഓവറായിരുന്നു. മറ്റേ ഡയലോഗ് ഞാൻ നിന്നായി പാശാന, ഞാൻ കിടന്നായി പാശാന, അവസാനം ഇൻസ്റ്റയിൽ ഒരു ട്രോളൊക്കെ ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനെ കാണിക്കുന്ന സീന്, പിന്നെ ഒരു സീൻ ഉണ്ട് ട്രോളിൽ, അത് ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാത്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ലാലേട്ടൻ മൂക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ മണ്ണ് തെറിക്കുന്ന അങ്ങനത്തെ ഒരു സീൻ, അത് ദിലീപ് ഇങ്ങനെ
ഇങ്ങനെ നോക്കിയിരിക്കുന്ന സീന്. പിന്നെ ദിലീപ് ലാലേട്ടനെ രക്ഷിക്കുന്ന സീനായിട്ട് ഒരു സീനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാട്ടപരാധം 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 അങ്ങനത്തെ സീനാണ്. മൊത്തത്തിൽ അതും ലാലേട്ടൻ്റെ ഒരു വേസ്റ്റ് ക്യാമിയോ തന്നെയായിരുന്നു. ലാലേട്ടൻ എന്തിനോ വേണ്ടി ചെയ്തതായിരുന്നു. കാരണം ട്രെയിലറിൽ കണ്ട ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ട ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ട ഒരു ബൂസ്റ്റ് OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. OTT കണ്ടപ്പോൾ അതൊരു എന്താ പറയുക, ചിലപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ആ ഒരു വൈബായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യും. നമുക്ക് മാറി എന്ന് വരുമ്പോൾ അത് ആ എൻജോയ്നെസ് മാറുന്നു എന്നുള്ളതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ പ്യുവർ കാട്ടവരായിരുന്നു ലാലേട്ടൻ. ദില്ലിവാല അല്ല, അത് ഗില്ലിബാല കട്ടപ്പുള്ളേ. എന്നിട്ട് തളപതി, അതിൻ്റെ തളപതി യൂണിവേഴ്സിറ്റിയാണ്, തളപതി കോളനിയാണ്, തളപതി ടൗൺ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ഗില്ലി യൂണിവേഴ്സ് അല്ലേ, അങ്ങനെ അതിൻ്റെ അകത്താണ് കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ മൊത്തം പിന്നെ മെർസൽ പരിപാടി, മൊത്തം തളപതി കാര്യങ്ങളൊക്കെ റെഫറൻസും കേരളത്തിലെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിൽ ലാലേട്ടൻ ചെയ്തത് കാട്ടപരാധം കാട്ടപരാധം കാട്ടപരാധം.